ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് ഒരു പുതിയ വീടിൻ്റെ സ്വിച്ച് ബോർഡുകൾ നമുക്ക് എവിടെയൊക്കെയാണ് കൊടുക്കേണ്ടത്, ബെൽ സ്വിച്ച് തൊട്ട് അത്യാവശ്യം മെയിൻ ഏരിയകളിലൊക്കെ എങ്ങനെ കൊടുക്കണം എന്നുള്ള ഡീറ്റെയിൽസ് വീഡിയോ ആണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. ആദ്യമേ തന്നെ നമുക്ക് നോക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ വീടിൻ്റെ ഫ്രണ്ട് ഏരിയയിൽ മെയിനായിട്ട് വരുന്ന ബെൽ ബുഷാണ് വരുന്നത്. ബെൽ സ്വിച്ച് നമ്മൾ സാധാരണ കൊടുക്കാറ് ഫ്രണ്ടിൽ നമ്മൾ നടയിൽ നിന്നിട്ട്, അതായത് ഫ്രണ്ടിൽ കാണുന്ന സ്റ്റെപ്പിൽ അതിൽ നിന്ന് 130 സെൻറ്റിമീറ്റർ ഹൈറ്റിലാണ് നമുക്ക് റൈറ്റ് സൈഡ്, അതായത് മഴ നനയാത്ത ഏരിയകളിൽ എന്നാൽ സിറ്റ് ഔട്ടിലേക്ക് കയറാത്ത രീതിയിൽ നിന്നിട്ട് വേണം നമുക്ക് സ്വിച്ച് ബോർഡ്, അതായത് ബെൽ സ്വിച്ച് കാര്യങ്ങളൊക്കെ ഓപ്പറേറ്റ് ചെയ്യാനായിട്ട്. ഇവിടെ ഒരു സ്വിച്ച് ബോർഡ് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 4 മോഡുകളുടെ കൊടുത്തിരിക്കുന്നത്. നമ്മൾ അത് 130 സെൻറ്റിമീറ്ററിലാണ് കൊടുത്തിരിക്കുന്നത്. ഒരു ബെൽ ബുഷും വരുന്നുണ്ട്, അത് ബെൽ സ്വിച്ചും അതുപോലെ തന്നെ ഒരു 2-വേ സ്വിച്ചുമാണ് മെയിനായിട്ട് വരുന്നത്. പിന്നെ നമ്മൾ മെയിൻ ഡോറിലേക്ക് കയറി, മെയിൻ ഡോറ് കഴിഞ്ഞിട്ട് നമുക്ക് 2 സൈഡിലേക്കുള്ള ഡോറാണ് തുറക്കുന്നതെങ്കിൽ 2 സൈഡിലേക്ക് തുറക്കും. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു സൈഡിൽ, അതായത് മെയിനായിട്ട് വരുന്നതെന്ന് വെച്ചാൽ നമ്മുടെ മെയിൻ സ്വിച്ച് ബോർഡ് വരുന്നത് ഇപ്പുറത്തെ സൈഡാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. അതായത് ഈ കാണുന്ന ലൈറ്റുകളും അതുപോലെ തന്നെ ഫ്രണ്ട് ഏരിയയിലെ ലൈറ്റുകളെല്ലാം നമുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ 2ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമ്മളൊരു 18 മോഡുകളുടെ സ്വിച്ച് ബോർഡാണ് വരുന്നത്. അതായത് വീടിൻ്റെ ഫ്രണ്ടിൽ വരുന്ന ലൈറ്റുകൾ, ഏരിയകളിൽ വരുന്ന ലൈറ്റുകൾ, 2-വേ സ്വിച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് കൊടുക്കണമെങ്കിൽ മെയിനായിട്ട് നമ്മളൊരു 18 മോഡുകളുടെ സ്വിച്ച് ബോർഡ് കൊടുത്തിരിക്കുന്നു. ഫ്രണ്ടിലായിട്ട് ഫാൻ, സീലിംഗ് ഫാൻ, നമ്മൾ ഈ സിറ്റ് ഔട്ട്, അതായത് ലിവിങ് ഏരിയയിൽ വരുന്ന ഫാൻ, അതെല്ലാം അതിലേക്കാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ TV അറേഞ്ച് ചെയ്തിരിക്കുന്നത് ആ പാസിംഗ് ഏരിയയിൽ തന്നെയാണ് TV അറേഞ്ച് ചെയ്തത്. കാരണം ആൻഡ്രോയിഡ് TV അതുപോലെ തന്നെ സ്മാർട്ട് TV ആയതുകൊണ്ട് ഒട്ടും പ്രൊജക്ഷൻ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഭിത്തിയിൽ വളരെ സിമ്പിളായിട്ട് ആ കയറി വരുന്ന ഏരിയയിലാണെങ്കിൽ കൂടി നമുക്ക് നല്ല രീതിയിൽ അറേഞ്ച് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതിന് വരുന്ന സ്വിച്ച് ബോർഡും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. TV ബാക്കിൽ ഒരു സ്വിച്ച് ബോർഡ് ഉണ്ടാവും, താഴെ ഒരു സ്വിച്ച് ബോർഡ് ഉണ്ടാവും. അതുകൂടാതെ തന്നെ നമ്മൾ അതിൻ്റെ മെയിൻ ഓപ്പറേറ്റ് ചെയ്യുന്ന DP സ്വിച്ച് കാര്യങ്ങളൊക്കെ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു 8 മോഡുകളുടെ സ്വിച്ച് ബോർഡാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലിവിങ് ഏരിയയിൽ തന്നെ നമുക്ക് അടുത്ത സെക്ഷനുകളിലേക്ക് വരുന്നുണ്ട്. ഇവിടെ എല്ലാ സീലിംഗ് വർക്ക് കാര്യങ്ങളുണ്ട്. അപ്പോൾ സീലിങ്ങിന് വേണ്ടിയിട്ട് മിനിമം ഒരു 3 സ്വിച്ച് നമ്മൾ എക്സ്ട്രാ കാണേണ്ടതാണ്. എല്ലാ സ്വിച്ച് ബോർഡിലും ഒരു 3 സ്വിച്ച് എക്സ്ട്രാ നമ്മൾ കാണേണ്ടതാണ്. LED സ്ട്രിപ്പ് അതുപോലെ തന്നെ പാനൽ ലൈറ്റ്സിനൊക്കെ വേണ്ടിയിട്ടാണ് എക്സ്ട്രാ വരുന്നത്. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് ഏരിയയും ലിവിങ് ഏരിയയ്ക്കും വേണ്ടിയിട്ട് നമ്മൾ ആദ്യമേ പറഞ്ഞു 18 മോഡുകളുടെ സ്വിച്ച് ബോർഡ് കൊടുത്തു. പിന്നെ അതുപോലെ തന്നെ 8 മോഡുകളുടെ സ്വിച്ച് ബോർഡ് കൂടി കൊടുത്തു. ഇനി നമുക്ക് നമുക്ക് ഒരു സൈഡിലേക്കാണ് നമ്മളൊരു DB അറേഞ്ച് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അതായത് വലിയ ശല്യങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലാതെ എന്നാൽ പെട്ടെന്ന് കറണ്ട് കാര്യങ്ങളൊക്കെ ട്രിപ്പ് ആവുന്ന ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഏരിയയിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ തൊട്ടടുത്ത് നമ്മൾ സ്വിച്ച് ബോർഡ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഒരു എക്സ്ട്രാ പ്ലഗ് എന്ന രീതിയിലാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ വരുന്നത് സ്റ്റെയറിൻ്റെ ഏരിയയിൽ നമ്മൾ കൊടുത്തിരിക്കുന്നത് 130 സെൻറ്റിമീറ്റർ ഹൈറ്റിൽ തന്നെ 2-വേ സ്വിച്ച് കാര്യങ്ങളൊക്കെ ഓപ്പറേറ്റ് ചെയ്തു. പിന്നെ അതുപോലെ തന്നെ ഫുഡ് ലാമ്പുകളും നമ്മൾ ഇതുപോലെ തന്നെ സ്റ്റെയറിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ വരുന്നത് വെച്ചാൽ നമുക്ക് ലിവിങ് ഏരിയ വിത്ത് ഡൈനിങ് ആയിട്ട് വരുന്നതാണ്. ആ ഡൈനിങ് ഏരിയ തന്നെയാണ് വരുന്നത്. ഡൈനിങ് ഏരിയയിൽ നമ്മളൊരു 12 മോഡുകളുടെ സ്വിച്ച് ബോർഡാണ് കൊടുത്തിരിക്കുന്നത്. 12 മോഡുകളെന്ന് ഉദ്ദേശിച്ചാൽ 12 സ്വിച്ചാണ് നമുക്ക് അതിൻ്റെ അകത്ത് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നത് സ്വിച്ച് വേണ്ടിയിട്ട്. അതായത് ഒരു പ്ലഗ് വരുമ്പോൾ 2 സ്വിച്ചിൻ്റെ ഗ്യാപ്പ് എടുക്കും. ഇപ്പോൾ നമ്മളിവിടെ സീലിംഗ് വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പാനൽ ലൈറ്റ്സ്, LED സ്ട്രിപ്പ്, പിന്നെ ഫാൻ വരുന്നുണ്ട്. അതിൻ്റെ റെഗുലേറ്റർ ഉള്ള ടൈപ്പ്, അതിനെല്ലാം വേണ്ടിയിട്ട് നമ്മളിവിടെ 12 മോഡുകളുടെ സ്വിച്ച് ബോർഡാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ വരുന്ന അടുത്ത സെക്ഷനിലേക്ക് വരുന്നത് വെച്ചാൽ കിച്ചൺ ആണ് വരുന്നത്. കിച്ചണിൽ നമ്മളിവിടെ കബോർഡ് വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ അതിന് പകരമായിട്ട് കബോർഡ് വർക്ക് ചെയ്യുന്നതിന് മുന്നായിട്ട് നമ്മുടെ സ്വിച്ച് ബോർഡ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഏരിയയിൽ ഒരു ഓപ്പൺ ആയിട്ട് വരുന്ന ഒരു കോമൺ വാഷ് ബേസിൻ വരുന്നുണ്ട്. അതിൻ്റെ തൊട്ടടുത്ത് ഒരു 6 മോഡുകളുടെ സ്വിച്ച് ബോർഡ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാണ് നമ്മുടെ കിച്ചണിൻ്റെ മെയിൻ എൻട്രൻസിൻ്റെ വരുന്ന 8 മോഡുകളുടെ സ്വിച്ച് ബോർഡാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ സിങ്കിൻ്റെ ടാപ്പും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത് കാണാൻ സാധിക്കും. ഏകദേശം 90 സെൻറ്റിമീറ്റർ ഫിനിഷിംഗ് ലെവലിലാണ് നമുക്ക് സ്ലാബ് വരുന്നത്, കിച്ചൺ സ്ലാബ് വരുന്നത്. അതിൽ നിന്നും ഒരടി, അതായത് 30 സെൻറ്റിമീറ്റർ ഹൈറ്റിൽ 2 സ്വിച്ച് ബോർഡുകളാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ചിമ്മിണി നമ്മളിവിടെ ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചിമ്മിണിയുടെ സ്വിച്ച് ബോർഡ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇപ്പുറത്തെ സൈഡിലേക്ക് മാറിയിട്ട് നമ്മളൊരു ഫ്രിഡ്ജിന് വേണ്ടിയിട്ട് ഒരു 150 സെൻറ്റിമീറ്ററിൽ ഒരു 3 മോഡുകളുടെ സ്വിച്ച് ബോർഡ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചെറിയൊരു വർക്ക് ഏരിയ വരുന്നുണ്ട്. വർക്ക് ഏരിയയിലേക്ക് കടക്കുന്ന സമയത്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സ്വിച്ച് ബോർഡും കാര്യങ്ങളും നമ്മൾ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. അവിടെ വേണമെങ്കിൽ ഫ്രിഡ്ജ് വേണമെങ്കിൽ സെപ്പറേറ്റ് പുറത്തേക്ക് ഇടണമെങ്കിൽ പുറത്തേക്ക് ഇടാവുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇവിടെയും ഒരു സിങ്ക് വരുന്നുണ്ട്. ഇനി മെയിൻ പുറത്തേക്ക് കിടക്കുന്ന സ്ഥലമാണ് ഈ കാണുന്നത്. അപ്പോൾ കിച്ചണിൻ്റെ ബാക്കിലേക്ക് വരുന്നത്, അവിടെ നമ്മളൊരു 8 മോഡുകളുടെ സ്വിച്ച് ബോർഡാണ് കൊടുത്തിരിക്കുന്നത്. അതായത് പുറത്തേക്ക് വരുന്ന സ്വിച്ച് ബോർഡ് ലൈറ്റുകളും കാര്യങ്ങളെല്ലാം തന്നെ വരുന്ന ബാക്കിൽ ലൈറ്റൊക്കെ വരുന്നത് അതിലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഏകദേശം ഇനി റൂമിൻ്റെ കുറിച്ച് നിങ്ങൾക്ക് അറിയണമെന്ന് താല്പര്യം തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ അതിനെക്കുറിച്ചിട്ട് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഏകദേശം ഫ്രണ്ട്സുകൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അതായത് നമ്മുടെ ഫ്രണ്ടിലെ ബെൽ സ്വിച്ച് തൊട്ട്, അതായത് അത്യാവശ്യം നമുക്ക് കിച്ചണിൻ്റെ ഏരിയയിലൊക്കെ വരുന്ന സ്വിച്ച് ബോർഡുകൾ എങ്ങനെയാണ്, ഏകദേശം ഹൈറ്റ് കാര്യങ്ങളൊക്കെ ഏകദേശം നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിക്കാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി റൂമിനെ കുറിച്ചിട്ട് നമുക്ക് അതിനെക്കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മടിക്കരുത്, ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. എനിക്ക് തോന്നുന്നു കാണുന്ന എല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും ലൈക്ക് ചെയ്തേക്കുക, ഷെയർ ചെയ്തേക്കുക ഫ്രണ്ട്സ്. എന്നാലും നമുക്ക് ഇതുപോലുള്ള വീഡിയോസ് ചെയ്യാനുള്ളൊരു ഇൻസ്പിറേഷൻ ലഭിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കാം ഫ്രണ്ട്സ്. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.